ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിസ്ത കേക്ക്, അത് 6 മോഡലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അവനക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. നല്ല ടേസ്റ്റാണ്. പിസ്ത കേക്ക് നല്ല ടേസ്റ്റ്, അതുപോലെ തന്നെ 6 മോഡലാക്കിയിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റും നല്ല സ്പോഞ്ചി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ട ഫസ്റ്റ് ഞാൻ ½ kg ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 kg ആക്കുന്നുണ്ട്. 2 കേക്കുമാണ്. സെയിം മെഷർമെൻറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 മെഷർമെൻറ്റിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിപ്പം ½ kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മുട്ട ബീറ്റ് ആയി വന്നതിന് ശേഷമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ കളറ് പിസ്ത കളറ്, അത് ടൈഗറിൻ്റെ പിസ്ത മിക്സാണ്. അപ്പോൾ ആ ഒരു കളറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്കും. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി, അധികം നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇനി ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത് 2-3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായി എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി ഇതൊരു ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സോസ് പാനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സോസ് പാൻ പ്രീഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. പിന്നെ അതിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക, എന്നാൽ ഈ ഒരു എയർ ബബിൾസൊക്കെ പോയി കിട്ടും, കേക്കിലുള്ള എയർ ബബിൾസൊക്കെ പോയിട്ട് കിട്ടും. അങ്ങനെ വെച്ച് ഒരു 25-30 മിനിറ്റ്സാണ് എനിക്ക് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പോഴേക്കും നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഫ്ലഫി ആയി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3-5 ഡ്രോപ്സ് ഈ ഒരു ടൈഗർ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പിസ്ത കളറ്, ഈ ഗ്രീൻ കളർ വേണ്ടിയിട്ട്. ഈ ഒരു കളറല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നല്ലൊരു പിസ്തേൻ്റെ ആ ഒരു മിക്സും ആ ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ ഞാൻ ഇത് 1 kgൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ നേരെ ഡബിളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. സെയിം ഒരേ മെത്തേഡിലാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ ഷുഗർ സിറപ്പാണ്. അത് ഞാൻ ഷുഗർ സിറപ്പല്ല ആക്കുന്നത്. 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ ഞാൻ പിസ്ത കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ½ kgൻ്റെ കേക്കാണ്. ഇത് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നടുവെന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം, കട്ട് ചെയ്യാം. ഇത് 6 മോഡൽ ആയതുകൊണ്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും. എനിക്ക് നല്ല റിസ്ക് ആയിരുന്നു, പക്ഷേങ്കിൽ മോശമില്ലാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേനു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഈ ഒരു പീസ് മാറ്റി വെക്കണം, അതൊക്കെ ഇതിന് വേണ്ടി വരും. അപ്പം നമുക്കിനി ഇതുപോലെ തന്നെ ഞാൻ 1 kgൻ്റെ കേക്കും ഇതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു 1 kgൻ്റെ കേക്ക് ഞാൻ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഗ്ലാസ് വെച്ചതിന് ശേഷം ഞാൻ
ഒരു കത്തി സാധാ നോർമൽ കത്തി വെച്ചിട്ട് ഈ ഒരു സി ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു 6ൻ്റെ മോഡലായി കിട്ടേണ്ട ആ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3 ലെയറാക്കി 2 കേക്കും 3 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ലെയറും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ആ സെൻറ്ററിൽ നിന്ന് കിട്ടിയ ആ ഒരു പീസാണ്. അപ്പോൾ അത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ ഒരു 6 മോഡലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ആ സൈഡ് രണ്ടും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എന്നാൽ ആ ഒരു 6 ടൈപ്പിൽ നന്നായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി ആ ഒരു ഷേപ്പ് നോക്കിയിട്ട്. അപ്പോൾ 6 മോഡലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം കേക്ക് ബോർഡിൽ ഞാൻ ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത് 6 ആ ഒരു റൗണ്ടിലെ ആ ഒരു ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഞാൻ ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സിറപ്പ് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ആ ഒരു ടോപ്പിന് ഞാൻ ഇതുപോലത്തെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ ഞാൻ ഇതുപോലെ ക്രീമും വെച്ച് കൊടുത്ത് കുറച്ച് പിസ്തയും അതുപോലെ കുറച്ച് ചെറീസും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ലെയർ ഞാൻ വെച്ചതിന് ശേഷമാണ് ഈ ഒരു 1 kg ഞാൻ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഷേപ്പ് കൂടി വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു സിറപ്പ് നല്ല ടേസ്റ്റിയാണ്. മിൽക്കും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പാണ്. നല്ല ടേസ്റ്റിയാണ്. കേക്ക് നല്ല സ്പോഞ്ചി കേക്കാണ്. കേക്ക് ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാണ്ട് നോർമൽ പെർഫെക്റ്റായിട്ട് കേക്ക് ആക്കുന്നവർക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സ്പെല്ലിങ്ങിലുള്ള കേക്കൊക്കെ എനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും മോശമില്ലാണ്ട് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 6 കൊണ്ട് തന്നെ കേക്ക് ആക്കാമെന്ന്. അങ്ങനെ റെഡി ആക്കിയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അവനക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കുറച്ചൊരു വിഷമമായിട്ട് തോന്നിയെങ്കിലും പിന്നെ എല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ വേഗം നമുക്ക് എല്ലാം ഒരു പ്രിപ്പയർ ആകുന്ന ഒരു ടൈപ്പിലാണ് ഈ ഒരു കേക്ക്. പിസ്തേൻ്റെ ആ ഒരു എസൻസൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേക്ക്. നല്ല സ്പോഞ്ചി ആയിരുന്നു. അപ്പം ഞാനിത് 1/2 kg പറഞ്ഞതുപോലെ 1 kg വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു 6 ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐസിങ് ഒക്കെ ചെയ്തു. ഉള്ളിൽ ആ ഒരു ലെയറിലൊക്കെ ഈ ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ലീവ്സിൻ്റെ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ 6 മോഡൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് അങ്ങനെ താഴത്തെ പോർഷനിൽ ഞാൻ ലീവ്സും തന്നെ വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷിങ് ആയിട്ടുണ്ട് കേക്ക്. ക്രീമിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ ഞാൻ ഉള്ളിലൊക്കെ ഈ ഒരു ലീവ്സ് തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ് സ്പ്രിങ്കിൾസ് കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ മുഹമ്മദ് എന്നും അതുപോലെ തന്നെ HBD എന്നും പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് കൂടി വെച്ചെടുത്ത് ഈ ഒരു കേക്ക് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യേണ്ട ഒരു ടൈമൊക്കെ ആയാലും കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയ് മുഹമ്മദ് അൻസ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ സിസ്റ്ററും ബ്രദറും കൊടുത്തൊരു ഗിഫ്റ്റാണ്. അങ്ങനെ അവൻ്റെ സിസ്റ്റർ കൊടുത്തൊരു ഗിഫ്റ്റാണിത്, ഫോട്ടോ എക്സ്പ്രഷൻ ബോക്സ്. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്ത് നമ്മൾ
അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഈ ഒരു ഷേപ്പിലാണ് ലാസ്റ്റ് എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇത്. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. താങ്ക്